എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചീറ്റിൽ പോയ ഡാൽഗോണ കോഫീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൽഗോണ ക്യാൻഡിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഡാൽഗോണ ക്യാൻഡി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വലിയൊരു പാൻ എടുക്കുക. then അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണ് ക്വാണ്ടിറ്റി ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കിട്ടുന്ന ക്യാൻഡിയുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ദെൻ അതിലേക്ക് നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വളരെ അധികം ഒന്നും ഒഴിക്കാൻ പാടില്ല. ദെൻ നമ്മളത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മെല്ലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള അതും ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്നുള്ളൂ. അങ്ങനെ നമ്മളുടെ ഷുഗർ ഇപ്പോൾ കാരമലൈസ് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡാർക്ക് കളറാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനാണെങ്കിൽ നമ്മളുടെ ക്യാൻഡിയുടെ കയ്പ്പ് കൂടുള്ളൂ. അപ്പോൾ നമ്മളുടെ കാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതിയാവും. അതെല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം തീ വെച്ചിരിക്കാൻ, അല്ലെങ്കിൽ ഇത് എന്താ പറയുക കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. അപ്പോൾ നമുക്കിത് എത്രയും പെട്ടെന്ന് തന്നെ ക്യാൻഡി ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിക്കിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ക്യാൻഡി കുറച്ച് ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 4 സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ എൻഡിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരമലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ ഈ സ്റ്റിക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ആ സ്റ്റിക്ക് വെക്കുന്ന പ്ലേസിൽ, അല്ലെങ്കിൽ ഇത് അടർത്തി കിട്ടുക എളുപ്പമല്ല. അങ്ങനെ 4 സ്റ്റിക്കുമ്പോൾ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ പ്ലേസിൽ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വെറുതെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ സ്റ്റിക്ക് ഞാൻ 4 എണ്ണത്തിലേക്ക് വേണ്ടി വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആകെ കൂടി ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാൻഡി ഒഴിക്കുന്ന ആ ഒരു പ്രതലുണ്ടല്ലോ, അത് എപ്പോഴും ഓയിലായിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഇത് അടർത്തി എടുക്കുക എളുപ്പമല്ല. അങ്ങനെ നമ്മളുടെ ക്യാൻഡി ഇവിടെ വെറും 2 മിനിറ്റ് ഞാൻ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും അത് സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡാൽഗോണ ക്യാൻഡി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ക്യാൻഡി റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ വളരെ അധികം കാരമലൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ക്യാൻഡി കയ്പ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു.